ഞാൻ എന്റെ ഏട്ടന്റെ അനുഗ്രഹം വാങ്ങുകയായിരുന്നു. ഏട്ടന്റെ അനുഗ്രഹം വാങ്ങാതെ ഞാൻ എന്റെ ദിവസങ്ങൾ തുടങ്ങാറില്ല. അനുഗ്രഹം ലഭിച്ചതിനാൽ എന്റെ ഇന്നത്തെ ദിവസം ധന്യമായി. ഏട്ടാ, ദേ ഏട്ടനുള്ള ചായ കുടിച്ചോളൂ. ഇത് കുടിച്ചതിന് ശേഷം ഇതിൽ നിന്ന് 2 തുള്ളി ഏട്ടൻ ബാക്കി വെക്കണം. അത് കുടിച്ചാൽ മാത്രമേ എനിക്ക് ബാക്കി ഭക്ഷണങ്ങൾ കഴിക്കാൻ അനുവാദമുള്ളൂ. ശരി ഏട്ടാ, ശരി ശരി, കുടിച്ചോളൂ കുടിച്ചോളൂ. എന്തിനാണ് കരയുന്നതെന്നോ? ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടില്ലേ കഴിച്ചിട്ട് പ്ലേറ്റ് അവിടെ തന്നെ വെക്കണമെന്ന്. ആ പ്ലേറ്റിൽ ഇരിക്കുന്ന എച്ചിൽ നിന്ന് ഇച്ചിരി കഴിച്ചാൽ മാത്രമേ എനിക്ക് സമാധാനം കിട്ടുന്ന ദിവസം. ഏട്ടനത് വെച്ചില്ല. അതും പോലെ ഏട്ടാ പാത്രം കൊണ്ട് കഴുകി വെച്ചു. അതുകൊണ്ട് ഇന്നത്തെ ദിവസം എനിക്ക് ജലപാനമില്ല. പോയി കറങ്ങിയിട്ട് വരാം. അമ്മേ, അമ്മായിയമ്മേ, ഈ വീടിന്റെ നിലവിളക്കേ, ഞാൻ ഏട്ടന്റെ കൂടെ പുറത്തു പോയിട്ട് വരട്ടെ. വീട്ടിലെ എല്ലാ ജോലിയും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ഒരു പണി പോലും ബാക്കിയില്ല. ഒന്ന് പോയിട്ട് വരട്ടെ. അമ്മയുടെ അനുഗ്രഹവും ആശീർവാദവും ലഭിച്ചാൽ മാത്രമേ ഞാൻ പോവുകയുള്ളൂ. പോയിട്ട് വരട്ടെ. ശരി അമ്മേ, ശരി, അനുഗ്രഹിക്കും. ഏട്ടൻ്റെ ഒന്ന് നിൽക്കൂ. ഞാൻ എന്റെ വീട് വരെ പോയിട്ട് വരട്ടെ. ഞാന് അമ്മയുടെയും ഏട്ടന്റെയും അനുവാദം വാങ്ങിക്കഴിഞ്ഞു. ഇനി നാട്ടുകാരുടെ അനുവാദം കൂടെ വാങ്ങാനുണ്ട്. അച്ഛൻ അനുവാദം തന്നെങ്കിൽ ഇത് കഴിഞ്ഞു പോയി വാങ്ങിയിട്ട് വരാമായിരുന്നു. ശരി അച്ഛ, ശരി, പോയിട്ട് വരാം. നന്ദിയുണ്ട് അച്ഛ. അപ്പുറത്തെ വീട്ടിലെ മാമി, മീൻകാരൻ ചേട്ടാ, കാര്യം പോണ ചേച്ചി, നാട്ടുകാരെ എല്ലായിടത്തും കൂടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ എന്റെ വീട്ടിലോട്ട് പോയിട്ട് വരട്ടെ. ഞാൻ വീട്ടിലെ അച്ഛനോടും അമ്മയോടും ഏട്ടനോടും ഒക്കെ അനുവാദം വാങ്ങി. ഇനി എനിക്ക് വേണ്ടത് നിങ്ങളുടെ അനുവാദമാണ്. കാരണം ഒരു സ്ത്രീയുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ നാട്ടുകാരാണ്. ഞാനൊന്ന് പോയിട്ട് വരട്ടെ. ശരി 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 ശരി, നിങ്ങളുടെ കണ്ണിൽ എനിക്ക് ഒരു കുറ്റവുമില്ലെന്ന് വിശ്വസിക്കുന്നു. പോയി വരാം.